വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം തിരക്കേടില്ലാത്ത ബോറിംഗ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ എടുത്ത ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ 47,900 കോൾ ഓപ്ഷനായിരുന്നു. ഏകദേശം നമ്മുടെ സ്ട്രാറ്റജി ലെവലും മാത്രമല്ല പ്രീവിയസ്ലി നല്ലൊരു ബൈങ് ഉണ്ടായിരുന്ന ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബൈങ് ഉണ്ടായിരുന്ന ഒരു ഏരിയയും കൂടെ ആയിരുന്നു. അപ്പം ഈ ഏരിയയിൽ എത്തിയപ്പോഴാണ് നമ്മളിന്ന് കോൾ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തത്. 1 മിനിറ്റിലായിരുന്നു നമ്മുടെ എൻട്രി. ഏകദേശം ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡ് പോയി ഏകദേശം ഈ ഒരു ഡേ ഫസ്റ്റ് ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ 1 മിനിറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവരൊക്കെ ആ ഹൈയുടെ മേളിൽ അപ്സൈഡ് ട്രേഡ് എടുക്കും. അവരെ ഒന്ന് ഷേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മുടെ ലെവലിലും സ്ട്രാറ്റജി ലെവലും പ്രീവിയസ്ലി ബൈങ് ഉണ്ടായിരുന്ന ലെവലും മാത്രമല്ല ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹാഫും കൂടെയാണ്. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹാഫ് നിങ്ങൾ പ്രീവിയസ് ക്യാൻഡിൽസൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാം. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹാഫ് ഓൾമോസ്റ്റ് മിക്കവാറും സമയവും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ കോൺഫ്ലുവൻസ് ചെയ്തൊരു സോണായിരുന്നു ഇത്. ഏകദേശം 47,930 എന്ന് പറയുന്ന ലെവൽ. അപ്പം ആ ലെവലിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ട്രേഡ് എനിക്ക് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. എൻട്രി ആക്ടിവേറ്റ് ആയതിനു ശേഷമാണ് പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. ഞാൻ സ്ട്രൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. ഞാൻ വിചാരിച്ചു എൻട്രിയും എക്സിറ്റും എൻട്രിയും സ്റ്റോപ്പ് ലോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിച്ചു. പക്ഷേ പിന്നെയാണ് ശ്രദ്ധിച്ചത് എൻട്രി പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇതായിരുന്നു നമ്മുടെ സെറ്റപ്പ്. സൈഡ് പോയി മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ നമ്മളിവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എൻട്രി എടുത്ത് നമ്മുടെ ഒരു 3 സിനാരിയോസ്, അതായത് നമ്മൾ എൻട്രി ആക്ടിവേറ്റ് ആയതിനു ശേഷമുള്ള ഒരു 3 സിനാരിയോസ്. ഒന്നെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടില്ലേ, ഈ ട്രെൻഡ് ലൈൻ വന്നിട്ട് റിജക്റ്റ് ചെയ്ത് താഴേക്ക് വരും, അല്ലെങ്കിൽ ഈ ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഫുൾ ടാർഗറ്റിൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡ് പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഇതായിരുന്നു നമ്മുടെ 3 സിനാരിയോസ്. അപ്പം ഇതിലെ 3 സിനാരിയോസും വർക്കായെന്ന് പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഇവിടെ ഫസ്റ്റ് നമ്മുടെ ഫുൾ ടാർഗറ്റ് വന്ന് ഹിറ്റായതിനു ശേഷം ജസ്റ്റ് ഒരു പുഷ് താഴേക്ക് തന്നു. വീണ്ടും കുറച്ച് നേരം ഇവിടെ സൈഡ് വൈസ് ആയി കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഈ എൻട്രി പ്രൈസിലേക്ക് വന്നതിന് ശേഷം ഷാർപ്പായിട്ടൊരു അപ്സൈഡ് മൂവും ഇന്ന് മാർക്കറ്റ് കാണിച്ചിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഫുൾ ടാർഗറ്റ് ഹിറ്റായിട്ടാണ് നമ്മുടെ അടുത്ത സ്ട്രൈക്ക് ഇതായിരുന്നു 47,900. നമ്മളെടുത്തെന്ന് പറയാൻ പറ്റിയില്ല, ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതായിരുന്നു നമ്മുടെ സ്ട്രൈക്ക്. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്ന ഫുൾ ടാർഗറ്റ് ഇവിടെ വരെയായിരുന്നു. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എക്സാക്റ്റ് നമ്മുടെ എൻട്രി പ്രൈസിലേക്ക് വന്നതിന് ശേഷം അപ്സൈഡ് പോയി ഗ്യാപ്പ് ഫുള്ളി ഫില്ല് ചെയ്തിട്ടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഈ ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഏകദേശം ഈ ഒരു ചെറിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്കവാറും നമ്മുടെ എറർ തന്നെ ആയിരിക്കും. നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയൊരു എറർ അവിടെ ഉണ്ട് പെൻഡിങ്. ഈ എററായിരിക്കും ആ ഫില്ല് ചെയ്യാനുള്ള എററും. ഓൾമോസ്റ്റ് അത് തന്നെയാണ്. ആ എററിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഡൗൺ സൈഡ് പോയത്. നമ്മൾ ആ എറർ എടുത്ത് താഴെ നോക്കിക്കഴിഞ്ഞാൽ താഴെയും ഇതേ എറർ ഫില്ല് ചെയ്യാനിട്ടുണ്ടായിരിക്കും. ഓക്കെ, കണ്ടോ. അപ്പം ഈ എൻട്രി ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലെ എൻട്രി. നിഫ്റ്റിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഫസ്റ്റ് ഓപ്പണായി ഇവിടെ ചെറിയ ഗ്യാപ്പ് ഇട്ടു. ഈ ക്യാപ് ഡൗൺ ഓപ്പൺ ആയതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. എക്സാക്റ്റ് ആ ഒരു ഗ്യാപ്പിൻ്റെ ഹാഫിലൊക്കെ എത്തിയതിന് ശേഷം റിജക്റ്റ് ആയിട്ട് ഡൗൺ സൈഡ് പോയി. ഏകദേശം ഹാഫിൽ നിന്ന് റിജക്റ്റ് ആയിട്ട് താഴേക്ക് പോയി. ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം വീണ്ടും അപ്സൈഡ് വന്നു. ഈ ഒരു നമ്മുടെ 50%ൻ്റെ 50%, അതായത് 25%-ൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും ഡൗൺ സൈഡ് പോയിട്ട് വീണ്ടും ഇതിൻ്റെ 25%, അല്ല ഇതിൻ്റെ 50%, നമ്മുടെ മെയിൻ ലെവൽസിൽ റെഡ് ലെവൽസിൻ്റെ 50%-ൽ വന്നിട്ട് വീണ്ടും ടാപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ഏരിയയിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് ഇതിലാണെങ്കിലും ഈ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റം കിട്ടി, നല്ല പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി കാണത്തുള്ളൂ. ഇവിടെ ഒന്നും അത്യാവശ്യം എൻട്രി എടുത്തവർക്ക് വലിയ പോയിൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കും നിഫ്റ്റിയിൽ. നമ്മൾ ഈ സിംഗിൾ ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ. കാരണം നമ്മുടെ ഒരു ലോസിങ് സ്ട്രീക്ക് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പ്രോഫിറ്റബിൾ ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് നാളായിട്ട് നമുക്ക് ലോസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സിംഗിൾ ട്രേഡ് നമ്മുടെ ടാർഗറ്റ് അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ വീണ്ടും ട്രേഡ് എടുക്കാനുള്ളൊരു സെറ്റപ്പിൽ ഇരിക്കാറില്ല. ഒരു ട്രേഡ് SL പ്രോഫിറ്റ് ഒരു ട്രേഡിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം നാളെ എടുക്കുന്ന ട്രേഡ് കൃത്യമായിട്ട് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പം ഇന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. മിസ്റ്റേക്കല്ല, ഇത് ഷെയർ ചെയ്യാൻ ജസ്റ്റ് ഡിലേ ആയിപ്പോയി. സ്ട്രൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇവിടെ സ്ട്രൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ എൻട്രി പോയിൻ്റ് പറയാൻ ജസ്റ്റ് ഡിലേ ആയിപ്പോയി. അപ്പം അതായിരുന്നു ഇന്ന് പറ്റിയത്. അപ്പം നമ്മുടെ നാളത്തേക്കുള്ള ലെവൽസും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, നാളത്തേക്കുള്ള ലെവൽസ് ഈ ഡ്രോയിങ് മൊത്തം കളയാം. ക്ലോസിങ് വരയ്ക്കുക. ക്ലോസിങ് കറക്റ്റാണെന്ന് നോക്കുക. 48,026.30. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം 452 പോയിൻ്റാണ് നമ്മൾ അപ്സൈഡ് മാർക്ക് ചെയ്യുന്നത്. 452 പോയിൻ്റ്. ഓക്കെ, സെയിം ഗ്യാപ്പ് എടുക്കുക, താഴെ മാർക്ക് ചെയ്യുക. 452 പോയിൻ്റ് ഡൗൺ സൈഡ്. ലെവൽസ് അപ്പ് സൈഡോ ഡൗൺ സൈഡോ ആവശ്യമുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് നോക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. നമ്മൾ മുഴുവൻ ലെവൽസും അങ്ങനെ മാർക്ക് ചെയ്ത് ചാർട്ട് കുളവാക്കാറില്ല. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 ലെവൽസേ വരയ്ക്കാറുള്ളൂ. അപ്പം മാർക്കറ്റ് അതിൽ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡോ അല്ലെങ്കിൽ ഡൗൺ സൈഡോ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഹാഫും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. വരച്ചിടണമെന്ന് നിർബന്ധമില്ല, ഹാഫ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. നിഫ്റ്റിയിലും യെസ്റ്റർഡേ ക്ലോസിങ്, അതായത് ഇന്നത്തെ ക്ലോസിങ്, നാളത്തേക്കല്ലേ ലെവൽസ്, അപ്പോൾ ഇന്നത്തെ ക്ലോസിങ് ലെവൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. 55.5. ഓക്കെ, ഏകദേശം 214 പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഗ്യാപ്പ് എടുക്കുക, ഹാഫ് മാർക്ക് ചെയ്യുക. നിഫ്റ്റിയിൽ ഹാഫ് വരച്ച് പോകണം. നിഫ്റ്റിയിൽ ഹാഫ് നല്ല പോണൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലെ പോലെയല്ല, നിഫ്റ്റിയിൽ ഗ്യാപ്പല്ല ഹാഫ് നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ഈ രണ്ട്, അതായത് ക്ലോസ് ചെയ്തതിന് ജസ്റ്റ് അപ്പും ഡൗണും മാത്രം എന്താ പറയുക, ഹാഫ് മാർക്ക് ചെയ്ത് പോകും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റിയൽ ടൈം മാർക്കറ്റ് റൺ ആവുന്നതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹാഫ് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് തലേന്നത്തേക്ക് വരച്ച് വെക്കുമ്പോൾ ഈ ക്ലോസ് ചെയ്തതിൻ്റെ അപ്പും ഡൗണും മാത്രമുള്ള ഹാഫ് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതായിരിക്കും നാളത്തെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നിഫ്റ്റിയിൽ. സോൺ വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ എടുക്കുക. ഈ സോണും കൂടെ മാർക്ക് ചെയ്ത് പോവുക. ബാങ്ക് നിഫ്റ്റിയിൽ ഈ സോൺ മാർക്ക് ചെയ്ത് പോകും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ട്യൂസ്ഡേയിലേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. ഇത് നിഫ്റ്റിയുടെ ലെവൽസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.